പ്രൈസ് ടു ജീസസ്. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, ഇന്ന് നമുക്ക് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും നോക്കുമ്പോൾ ചർച്ച് ആരുടെ നാമത്തിലാണ് ഇരിക്കുന്നത്? പല ചർച്ചുകളും പല വിശുദ്ധരുടെ നാമത്തിലാണ്. അപ്പോൾ ഏത് വിശുദ്ധൻ്റെ നാമത്തിലിരിക്കുന്ന ചർച്ചാണോ ആ വിശുദ്ധനെ യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ആ ചർച്ചിൽ ഉയർത്തുകയും യേശു ക്രിസ്തുവിനേക്കാൾ കൂടുതൽ ഇമ്പോർട്ടൻ്റ് കൊടുക്കുകയും അതുപോലെ മധ്യസ്ഥനായി യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് ഈ സഭയുടെ അകത്തുള്ള ആർക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടണമെങ്കിൽ ഈ വിശുദ്ധനിലൂടെ മാത്രമേ ലഭിക്കത്തുള്ളൂ എന്നുള്ള പഠനങ്ങളും ജനത്തെ പഠിപ്പിച്ച് ഒരു അടക്കി വയ്ക്കുന്ന ഒരവസ്ഥ. എന്തിനു വേണ്ടിയാണിത്? യഥാർത്ഥത്തിൽ ആർക്ക് ഇതിൻ്റെ നേട്ടം? ഇന്ന് ഇങ്ങനെ ചെയ്യുമ്പോൾ ശരിക്കും വരുന്ന വരുമാനങ്ങൾ അനവധിയാണ്. കാരണം ആ വിശുദ്ധൻ്റെ പേരിൽ തന്നെ പല നേർച്ചകളാണ്. ഒരു നേർച്ചയല്ല. ചിലപ്പോൾ തൂക്കപ്പാച്ചോറായിരിക്കും, ചിലപ്പോൾ ഉരുണ്ട് നേർച്ചയായിരിക്കും, ചിലപ്പോൾ കൊടിമരം കുത്തിയുള്ള നേർച്ചയായിരിക്കും എന്ന് വേണ്ട. അവിടെ മനുഷ്യൻ്റെ അധികാരികളുടെ മണ്ടയിൽ ഉദിച്ച ഏതു വഴിപാട് ജനത്തെ കൊണ്ട് നടത്തിക്കണോ അതിനൊരു ഫീസ് അവിടെ എഴുതി വച്ചിട്ടുണ്ട്. ഇനി ആ വിശുദ്ധൻ്റെ നാമത്തിൽ ഒരു കുർബാന കഴിക്കണമെങ്കിൽ പോലും ആ ചർച്ചിൻ്റെ അകത്ത് പൈസ അടച്ച് രസീത് മേടിച്ചാൽ മാത്രമേ ഒരു കുർബാന വരെ നടത്താൻ സാഹചര്യമുള്ളൂ അവിടെ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇങ്ങനെയുള്ള കുർബാനകളും ഇങ്ങനെയുള്ള നേർച്ച കാഴ്ചകളും ഈ വിശുദ്ധനിലൂടെയാണ് യേശു ക്രിസ്തുവിൽ നിന്ന് നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പാപമോചനം ലഭിക്കുന്നത്. ഇതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. സ്തോത്രം, ഹല്ലേലൂയ. ഇവിടെ ഒരു അച്ഛൻ വലിയ വായ തുറന്ന് യേശുവിൻ്റെ നാമം, അത് യഹോശുവയെ പറ്റി ഇദ്ദേഹം ഗീവർഗീസിനെ പറയുന്നതിൻ്റെ ഒരു 100-ൽ 1 അംശം യഹോശുവയുടെ നാമത്തെ ഉയർത്തി പറയാത്തതിന് പകരം ഇദ്ദേഹം പറയുന്നത് ഗീവർഗീസ് എന്തോ വലിയ കാര്യങ്ങൾ മുമ്പിലിരിക്കുന്ന ജനത്തിന് നൽകുന്നു എന്ന മട്ടിലാണ് ഇദ്ദേഹത്തിൻ്റെ പറച്ചിൽ. നമുക്ക് അല്പം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. എനിക്കും നിങ്ങൾക്കുമൊക്കെ തരുന്ന സാധ്യതകൾ ഒരു പട്ടാളക്കാരനും പരിശുദ്ധനാകാമെങ്കിൽ, പ്രിയമുള്ളവരെ, നിയോഗങ്ങളുടെ പൂർണ്ണതയിലേക്ക് നടന്നെടുത്ത ജീവിതത്തെ തേജോമയമാക്കുമ്പോൾ ജീവിതത്തിൽ വലിയ വലിയ സാധ്യതകളുണ്ട്. തേജോമയമായ ഓർമ്മയാകാമെന്നുള്ളതാണല്ലോ ഈ പരിശുദ്ധൻ നമുക്ക് തരുന്ന അനന്തമായ സാധ്യതകൾ. അത് തന്നെയല്ലേ പ്രിയമുള്ളവരെ? ഗീവർഗീസഹതയുടെ പെരുന്നാളിന് വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന എന്താ? ആ മനുഷ്യൻ സഹതാമരണം പ്രാപിച്ചല്ലേ? ആണോ? സഹതാമരണം പ്രാപിച്ച ഗീവർഗീസഹതയുടെ പെരുന്നാളുകൾക്ക് വരുമ്പോഴും നമ്മുടെ പ്രാർത്ഥനകൾ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ആളുകളുടെയും പ്രാർത്ഥനകളുടെ മുറിവാചകൾ എന്താണെന്നറിയാമോ? എന്റെ ദൈവമേ, എന്റെ ജീവിതത്തിൽ ഗീവർഗീസഹതയുടെ മധ്യസ്ഥതയാ ഞാൻ അപേക്ഷിക്കുന്നു. എന്റെ ജീവിതത്തിൽ സങ്കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും വരരുത് എന്ന് ഗീവർഗീസഹതയുടെ മധ്യസ്ഥയിൽ നമ്മൾ അഭയപ്പെടും. കാണുമ്പോൾ അദ്ദേഹം പറയുന്നത്, ഗീവർഗീസിന്റെ ആലയത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ഒറ്റ പ്രാർത്ഥനയുള്ളൂ, എൻ്റെ ഗീവർഗീസഹതായെ ഞങ്ങളുടെ കഷ്ടപ്പാട് മാറ്റണേ, ഞങ്ങളുടെ ബുദ്ധിമുട്ട് മാറ്റണേ, അതുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് അപേക്ഷിക്കണേ. എങ്ങനെയാണെങ്കിൽ പിന്നെ ഗീവർഗീസ് തന്നെ ഞാൻ കൊടുത്താൽ പോരെ? ഇദ്ദേഹത്തിൻ്റെ ആ ഗാംഭീര്യമുണ്ടല്ലോ, വാക്കുകളുടെ ഗാംഭീര്യം ഞാൻ കുറ്റപ്പെടുത്തുന്നതല്ല. പക്ഷേ എൻ്റെ യഹോശുവയെ അതിൻ്റെ 1000-1 ഗാംഭീര്യം കൊടുത്തിരുന്നുവെങ്കിൽ ആ മുൻപിലിരിക്കുന്ന ജനത്തിന് മാനസാന്തരം ഉണ്ടായാൽ. ഇവിടെ ഏത് ജനത്തിൻ്റെ അകത്തേക്ക് പാപബോധ്യം വരും? ഏത് ജനത്തിൻ്റെ അകത്തേക്ക് പാപത്തിൻ്റെ നിഴല് എൻ്റെ അകത്തുണ്ട്, ഒരു പാപത്തിൻ്റെ ഒരു സംഭവം എൻ്റെ അകത്തുണ്ടെന്ന് ഏത് ജനത്തിന് ബോധ്യമുണ്ട്? ഇദ്ദേഹം പറയുന്നത് സഹതാമരണം വരിച്ചതുകൊണ്ട് സഹതയെ, ഈ സഹത ജനിച്ചു എന്നുള്ളതിൻ്റെ എവിഡൻസ് ഇദ്ദേഹത്തിന് എടുക്കാൻ പറ്റും. ജനിക്കാത്ത ഗീവർഗീസ് എങ്ങനെ ഇന്ന് അനേക ചർച്ചുകളുടെ വിശുദ്ധ സ്ഥലത്ത്, അതായത് ത്രോണോസിൻ്റെ അകത്ത്, അൾത്താരയുടെ അകത്ത് ജനിക്കാത്ത ഗീവർഗീസ് കയറി? അപ്പോൾ എന്തുകൊണ്ടാണ് ജനം ഇതിനെപ്പറ്റിയൊന്നും ജനത്തിന് അറിയില്ല? ജനമാകപ്പാടെ നോക്കുന്നത് ഗീവർഗീസ് ഒരു പട്ടാളക്കാരനായിരുന്നു, അദ്ദേഹം ഒരു പെൺകുട്ടിയെ രക്ഷിച്ചു, അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തെ അങ്ങ് ആരാധിച്ച് കളയാം.
ഇങ്ങനെ പറഞ്ഞ് ഇതിൻ്റെ വേറെ ഒന്നും ജനത്തിന് അറിയില്ല. അപ്പോൾ ജനം നോക്കുമ്പോൾ ശരിയാ, അപ്പോൾ ഇദ്ദേഹത്തിലൂടെ പല കാര്യങ്ങളും നടക്കും. ഇത് സാത്താനല്ലേ തരുന്നത്, ഇത് ജനിക്കാത്ത ഗീവർഗീസ്, ഇത് വേറൊരു അമ്മക്കിളി കഥ എങ്ങനെ ജനത്തിന് എങ്ങനെ വിടുതൽ തരും? അപ്പോൾ ഒന്ന് ചിന്തിച്ചു നോക്കി, എത്രയോ ഭയാനകമാണ്. കൊളോസ്യ ലേഖനം അതിൻ്റെ 2-ാമത്തെ അധ്യായം 8-ാമത്തെ വായിക്കുമ്പോൾ പരിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ പറയുക, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ കവർന്ന് കളയാതിരിപ്പാൻ സൂക്ഷിപ്പിൻ. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിന് ഒത്തവണ്ണം, ലോകത്തിൻ്റെ ആദിപാഠങ്ങൾക്ക് ഒത്തവണ്ണം, അല്ലാതെ ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ഇതാണ് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയുള്ളതിനൊക്കെ അവജ്ഞയോടെ കണ്ടിട്ടാണ് അപ്പോസ്തലനായ കൊളോസ്യക്കാരോട് പറയുക, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് നിങ്ങളെ ആരും കവർന്നു കളയരുത്. വചനത്തോട് ഒട്ടി നിൽക്കുവാൻ ആഹ്വാനം ചെയ്യുന്ന വിശുദ്ധ അപ്പോസ്തലനായ പൗലോസ് ലീഗ പറയാ, നിങ്ങൾ സഭയുടെ ശരീരത്തിൻ്റെ ഭാഗമാ എന്ന് വെച്ചാൽ മനുഷ്യൻ ഉണ്ടാക്കിയ മതത്തെയല്ല ഞാൻ പറയുന്നത്. യേശു ക്രിസ്തുവാകുന്ന ഏക ശരീരത്തിൻ്റെ രക്ഷയുടെ ഭാഗമായി നിൽക്കുന്ന നിങ്ങളെ ആരും കവർന്ന് കളയാതിരിപ്പാൻ നിങ്ങൾ സൂക്ഷിക്കണം. അത് മനുഷ്യരുടെ സമ്പ്രദായത്തിനൊത്തമായി, ഇത് മനുഷ്യനുണ്ടാക്കി വെച്ചിരിക്കുന്ന ലോകത്തിൻ്റെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണമാണ്. എന്ന് വെച്ചാൽ ആ കൊളോസ്യ സഭയിലെ യഹൂദന്മാരുടെ അവർ പെരുന്നാളുകളൊക്കെ ആഘോഷിക്കണമെന്നെല്ലാം ഇമ്പോർട്ടൻ്റ് പിടിക്കുന്ന ആദ്യ പാഠങ്ങളുണ്ട്. പഴയ തത്വജ്ഞാനങ്ങൾ, പഴയ നേർച്ചകൾ, കാഴ്ചകൾ ഇതെല്ലാം കൊണ്ടാടാം എന്ന് യഹൂദന്മാരുടെ പാരമ്പര്യം വരുമ്പോൾ കൊളോസ് സഭ ആഘോഷിക്കണമെന്നും യഹൂദന്മാർ അത് നിർബന്ധം പിടിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള കാലഘട്ടത്തിലുള്ള ഈ ആദ്യ പാഠങ്ങളും കാര്യങ്ങളും എല്ലാം കൊണ്ടുവരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ഇതിലൂടെ ഒന്നും ഒരുവനും രക്ഷയില്ല. ഇതെല്ലാം യേശു ക്രിസ്തുവോട് ചേർന്നിരിക്കുന്ന വചനത്തിലേക്ക് അടുപ്പിക്കേണ്ടത് പകരം ഇങ്ങനെയുള്ള ഗീവർഗീസുമാരിലേക്ക് ജനത്തെ അടുപ്പിച്ച് നരകത്തിലേക്ക് തള്ളിയിടാൻ കൊണ്ടുപോകുന്ന അധികാരികളാണ്. അവർക്ക് എങ്ങനെയെങ്കിലും സഭയുടെ അകത്ത്, അവരുടെ മതങ്ങളുടെ അകത്ത് കുറച്ച് വിപുലീകരിച്ച വഴിപാടുകൾ കൊണ്ടുവരും. ഇന്ന് തൂക്കപ്പാത്തോറാണെങ്കിൽ നാളെ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് കൊണ്ട് അവർ തന്നെ അറിയും ഇതിൽ അനുഗ്രഹമുണ്ട്, ഈ വഴിപാട് നടത്തിയാൽ അനുഗ്രഹമുണ്ട്, ഈ നോട്ടുമാല കൊടുത്താൽ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ 100 രൂപയുടെ തന്നെ നോട്ടുമാല ഉണ്ടാക്കി ഗീവർഗീസിന് കൊടുത്താൽ അനുഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മനോഹരമായി ഏലക്കാമാല ഉണ്ടാക്കി ഗീവർഗീസിന് കൊടുത്താൽ കൃഷി അനുഗ്രഹിക്കപ്പെടും. ഇങ്ങനെയുള്ള ഒരുപാട് തത്വജ്ഞാനങ്ങളും മിഥ്യാബോധങ്ങളും പാഷാണ്ഡതകളും അധികാരികളെ കൊണ്ടുവന്ന് ഒന്നും അറിയാത്ത ജനത്തിൻ്റെ അകത്തേക്ക് കൊണ്ടുപോയി കനല് പോലെ ഇടുമ്പോൾ ഈ ജനം നിരാശയിലിരിക്കും. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന ജനത്തിന് എങ്ങനെയെങ്കിലും ഒരു വിടുതൽ കിട്ടിയാൽ മതി എന്ന് വിചാരിച്ച് ഇവർ ഓടും. എന്നാൽ നിങ്ങളുടെ വീടിൻ്റെ അകത്ത് രക്ഷയുണ്ട്. ഇത് യേശു ക്രിസ്തുവിൻ്റെ രക്ഷയാണ്. വചനമെടുത്ത് നിങ്ങൾ വായിച്ചാൽ ഇതിൻ്റെ ഒന്നും നിങ്ങൾ പുറകെ പോകത്തില്ല. കാരണം ഇതിലൊന്നും രക്ഷ യേശു പറഞ്ഞിട്ടില്ല. റോമാലേഖനം അതിൻ്റെ 16-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിലേക്ക് നമുക്കൊന്ന് നോക്കുമ്പോൾ, അവരോട് അകന്നു മാറുവിൻ. അങ്ങനെയുള്ളവർ നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ അത്ര സേവിക്കുകയും ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയങ്ങളെ വഞ്ചിച്ചു കളയുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളവരോട്, അതായത് ഇതുപോലെ ഇപ്പം പറഞ്ഞില്ലേ, സകതാമരണം ഭരിച്ചത് സകതാ നിങ്ങൾക്ക് വേണ്ടി ചെയ്തു, എന്തോന്ന് ചെയ്തു, ജനിക്കാത്ത ആൾ എന്തോന്ന് ചെയ്തു. ഇങ്ങനെയുള്ളവരുടെ വാക്കുകളിൽ നിന്നും, ഇങ്ങനെയുള്ളവരുടെ നേർച്ചകളിൽ നിന്നും, ഇങ്ങനെയുള്ളവരിൽ നിന്ന് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? അകന്നു മാറാനാണ് പറയുന്നത്. നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ പ്രഘോഷിക്കാത്ത ഒരുത്തൻ്റെ വാക്ക് കേൾക്കരുത്. നീ എത്ര തൊഴിലാളിയാണെങ്കിലും ലോഹയിട്ടവരായാലും യേശു ക്രിസ്തുവിനെ അല്ല പ്രഘോഷിക്കുന്നതെങ്കിൽ ഇവരുടെ ഒന്നും വാക്ക് കേൾക്കരുത്, ഇവരുടെ ഒന്നും ചെവി കൊടുക്കരുത്. ഇവർക്കൊന്നും ഇതാണ് യോശുവയ്ക്ക് ഇമ്പോർട്ട് അല്ലെങ്കിൽ ഇതിനെ ഒന്നും കേൾക്കരുത്. ഇനി പറയുക, അവരവരുടെ വയറ്റിനെ സേവിക്കുന്നത്. പൈസ കിട്ടിയാൽ മതി, ജനം നശിച്ചാലെന്ത്, ജനം പോയാലെന്ത്, ജനം എന്ത് പറ്റിയാലെന്ത്, ഞങ്ങൾക്ക് പൈസ കിട്ടിയാൽ മതി, ഞങ്ങൾക്ക് സാലറി കിട്ടിയാൽ മതി, മാസം അത് മതി. ഇങ്ങനെയുള്ള ഉപദേശങ്ങളുമായി വരുന്നവരുടെയൊക്കെയാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. എന്താണ് പറയുന്നത്? നമ്മുടെ കർത്താവായ ക്രിസ്തുവിനെ അല്ല, തങ്ങളുടെ വയറ്റിനെ എത്ര സേവിക്കും, ചക്കരവാക്കും മുഖസ്തുതിയും പറഞ്ഞ് സാധുക്കളുടെ ഹൃദയത്തെ വഞ്ചിച്ച്. ചക്കരവാക്ക് പ്രായമായവരെ കാണുമ്പോൾ ഇങ്ങനെയുള്ളവരൊക്കെ താടിക്ക് പിടിച്ച്, അമ്മാമേ എത്ര നാളായി കണ്ടിട്ട്, അമ്മാമേ സുഖമാണോ, എത്ര ദിവസമായി കണ്ടിട്ട്. മറിച്ച് അമ്മാമേ പ്രാർത്ഥിക്കുന്നുണ്ടോ,
ഒന്നുമില്ല. വചനം വായിക്കുന്നുണ്ടോ? വീട്ടിൽ സന്തോഷമാണോ? കാരണം ഇവരുടെ മുഖസ്തുതിയാണ്. വേദനയിലിരിക്കുന്ന വ്യക്തിയുടെ അകത്തേക്ക് ഇതുപോലുള്ള കനൽ കോരിയിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് എങ്ങനെ വിടുതലെന്ന് വിചാരിച്ച് അവർ ഏത് വഴിപാടും ചെയ്യും. ഇനി ആ ഗീവർഗീസിൻ്റെ പേരിൽ കുർബാന അർപ്പിക്കുന്ന എത്ര പേരുണ്ട്? അതിന് പൈസ രസീത് മേടിക്കും, അതിൻ്റെ പൈസ ഈടാക്കും. അതിന് 200-250 രൂപയൊക്കെ ഒരു കുർബാനയ്ക്ക് ആരുടെ പേരില? ഗീവർഗീസിൻ്റെ നാമത്തിലെ വീട്ടിലുള്ള മക്കളുടെ പേരിലൊക്കെ കുർബാന അർപ്പിക്കപ്പെടും. എന്നിട്ട് രക്ഷ, എന്തോന്ന് രക്ഷ? എവിടെ രക്ഷ? ആർക്ക് ലാഭം? ആർക്ക് ലാഭം? പള്ളിക്ക് ലാഭം, പട്ടക്കാർക്ക് ലാഭം. അല്ലാതെ പാവപ്പെട്ട ജനത്തിനും പാവപ്പെട്ട ജനത്തിൻ്റെ കണ്ണീര് മാറ്റാനും പാവപ്പെട്ട ജനം നിത്യതയിലെത്താനും എവിടെ? ഇന്ന് ജനത്തിനും ബോധമില്ലാതെ. കാരണം ഇത്ര വിദ്യാഭ്യാസവും ഇത്ര സമ്പന്നതയുടെ ഇതിൽ നിൽക്കുമ്പോൾ ഈ യുവാക്കന്മാർ ഇതിൻ്റെ പുറകെ നടക്കുമ്പോൾ നിൽക്കണം. അല്ലെങ്കിൽ ജനത്തിന് മലയാളം വായിക്കാൻ അറിയുന്ന ജനമേ, നിങ്ങൾ ഈ ബൈബിളൊന്ന് എടുത്ത് വായിക്ക്. നിങ്ങളുടെ രക്ഷ ഈ വിശുദ്ധന്മാരിലല്ല, നിങ്ങളുടെ രക്ഷ പള്ളിയിലല്ല, നിങ്ങളുടെ രക്ഷ ഒരു ലോഹക്കാരൻ്റെ ഉള്ളിലല്ല. നിങ്ങളുടെ രക്ഷ ബൈബിളിലാണ്. നിങ്ങളുടെ രക്ഷ അവരിലല്ല. രക്ഷ ഏകരക്ഷ യേശു ക്രിസ്തുവിൽ മാത്രമാണ്. ഇതാണ് യേശു സിനഗോഗുകളിൽ സർവീസ് ചെയ്തതില്ല. അവിടെ ആരുടെയും ധൂപ കുറ്റി വീശാനും ആരുടെയും നാമത്തെ പെരുന്നാൾ കഴിക്കാനൊന്നും ഈ കർത്താവ് നിന്നില്ല. 3.5 വർഷക്കാലം 3.5 വർഷക്കാലം അത്യുന്നതനായ ദൈവത്തെ, യഹോശുവയെ, അത്യുന്നതന വചനം സർവീസ് ചെയ്ത് യേശു. ഓരോ സിനിമകളിൽ ഇരുന്ന് സർവീസ് ചെയ്ത് യേശു. ജനത്തിനെ വചനം പഠിപ്പിച്ചു. ഭൂമി സ്വർഗത്തെപ്പറ്റി രഹസ്യങ്ങൾ പഠിപ്പിച്ചു യേശു. അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചു. ആ മാതൃകയാണ് അപ്പോസ്തലന്മാർ പിന്തുടർന്നുകൊണ്ട്. അതാണ് അപ്പോസ്തോലിക സഭ എന്ന് പറയുന്നത്. അപ്പോൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചു കൊണ്ടുവന്ന ആ സഭ ഉണ്ടെങ്കിലേ ഇന്ന് അപ്പോസ്തോലിക സഭയെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇന്ന് കേരളത്തിൽ എത്ര യാക്കോബ പള്ളികളും എത്ര കത്തോലിക്ക പള്ളികളുണ്ട്. അപ്പോസ്തലന്മാർ പഠിപ്പിക്കുന്നത് പോലെ വേറെ ഒന്നും മായം കലരാതെ ജനത്തെ പഠിപ്പിക്കുന്ന എത്ര സഭകളുണ്ട്, എത്ര സഭ. അപ്പോൾ പിന്നെ ഞങ്ങൾ അപ്പോസ്തോലിക സഭയുടെ കീഴിലാണ് ഞങ്ങൾ പോകുന്നതെന്ന് പറയരുത്. കാരണം പഠിപ്പിക്കാത്തത് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കാത്തത് ചെയ്യുമ്പോൾ ഞങ്ങൾ അപ്പോസ്തോലിക സഭയ്ക്കുള്ളിലാണ്, ഒന്നുമല്ല. അപ്പോൾ ജനം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. സ്തോത്രം, ഹല്ലേലൂയ. ഫിലിപ്പിയ ലേഖനം അതിൻ്റെ 3-ാം അധ്യായം 18-19 ഒന്ന് വായിക്കാം. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളായി നടക്കുന്നു എന്നിപ്പോൾ കരഞ്ഞും കൊണ്ട് പറയുന്നു. അവരുടെ അവസാന നാശം, അവരുടെ ദൈവം വയറ്, ലജ്ജയായതിൽ അവർക്ക് മനം തോന്നുന്നു. അവർ ഭൂമിയിൽ ഉള്ളത് ചിന്തിക്കുന്നു. അതാണ് പറയുന്നത്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറഞ്ഞതുപോലെ അനേകർ ക്രിസ്തുവിൻ്റെ ക്രൂശിന് ശത്രുക്കളെ, ക്രൂശിനെതിരെ നിന്ന് പ്രസംഗിക്കുക. ഇതാണ് ഇപ്പം അദ്ദേഹം പ്രസംഗിച്ച് നിങ്ങൾ കേട്ടുള്ളൂ. ക്രൂശിന് എതിരെ, ക്രൂശിലാണ് രക്ഷയില്ല, അല്ലെങ്കിൽ ക്രൂശിനെതിരെ നിന്ന് പ്രസംഗിക്കുക. ഇപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയുള്ളവരെ കണ്ട് കരഞ്ഞുകൊണ്ട്, ആ കാലത്തുണ്ടായിരുന്നു, അപ്പോസ്തലൻ്റെ കാലത്തും ഉണ്ടായിരുന്നു, കരഞ്ഞുകൊണ്ട് പറയുന്നു. നിക്കോളാസ് വർഷക്കാരൊക്കെ പ്രസംഗിക്കുമായിരുന്നല്ലോ. പറയുന്നു അവരുടെ അവസാനം നാശമാണെന്ന് പറയുന്നത്. കാരണം ജനത്തെ നേർവഴിക്ക് നടത്തേണ്ടവർ ജനത്തെ നേർവഴിക്ക് നടത്താതെ ഇങ്ങനെയുള്ളവരുടെ അടുത്തേക്ക് കൂടിയാണ് യേശുവിൻ്റെ രക്ഷ ഇറങ്ങി വരുമുള്ളൂ എന്ന് പറയുമ്പോൾ ആ ജനത്തെ നാശത്തിലേക്ക് നടക്കാം. ഇവരുടെയൊക്കെ അവസാന നാശം, ഇവരുടെ ദൈവം വയറാണ്. ഇവർ ലജ്ജയായതിൽ സന്തോഷിക്കുക. യേശുവിന് ലജ്ജയാണിത്, യേശുവിന് ലജ്ജയാണ് ഇവരുടെ പ്രസംഗങ്ങൾ. അതിനെ ഓർത്ത് ഇവർ ഭയങ്കര സന്തോഷം. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ രക്ഷ യേശുവിലാണ്. മരിച്ചടക്കപ്പെട്ട ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന ദൈവം ഒരു നരകമുണ്ടെന്നും ഒരു സ്വർഗമുണ്ടെന്നും വിധി എഴുതിയ, അങ്ങനെ തന്നെ പഠിപ്പിക്കുകയും അങ്ങനെ തന്നെ സത്യമായിട്ടും ഉള്ളതുമായ ഒരുവൻ മാനസാന്തരപ്പെട്ടാൽ നിത്യരക്ഷയിലേക്കും ഒരുവൻ മാനസാന്തരപ്പെട്ടില്ലെങ്കിൽ നിത്യ നരകത്തിലേക്കും പോകുമെന്നുള്ള വലിയ വാഗ്ദത്തം വിശുദ്ധ ബൈബിളിൽ അപ്പോസ്തലന്മാർ ഉൾപ്പെടെ പഠിപ്പിച്ചു വെച്ച ഒരു സഭയാണ് ക്രിസ്തീയ സഭ. പക്ഷെ ഇന്ന് അതിനെല്ലാം മാറ്റിക്കളഞ്ഞു. ഇന്ന് അതൊന്നുമില്ല. ഇന്ന് പൈസ ഉണ്ടാക്കണം, കെട്ടിടം പണിയണം. ആര് കണ്ണീരിലായ എന്താ, ആര് മാനസാന്തരപ്പെട്ടാന്താ, ഞങ്ങൾക്ക് ഉയരണം, ഞങ്ങൾക്ക് സമ്പാദിക്കണം. എത്രയേ ഉള്ളൂ. അതുകൊണ്ട് ആയതിൽ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, നിങ്ങൾ തീരുമാനമെടുക്കാം. ഏകരക്ഷ യേശുവിലാണ്, ഏകരക്ഷ ക്രിസ്തുവിലാണ്. യേശുവെ കൂടാതെ രക്ഷയില്ല. യേശുവിൻ്റെ നാമത്തെ വിളിക്കാൻ ഒരു വിശുദ്ധൻ്റെ നിങ്ങൾക്ക് ഒരു വിശുദ്ധൻ്റെ ആവശ്യമില്ല.
നിങ്ങളുടെ അപ്പൻ്റെ അടുത്തേക്ക് ദേഹത്തേക്ക്. ആ തിരശ്ശീല രണ്ടായിട്ട് മോൾ വരെ അടിതൊട്ട് ചീന്തിപ്പോയി. ഇനി ഒരു മൂന്നാമൻ്റെ ആവശ്യം നിങ്ങളുടെ ഇടയിലില്ല. നിങ്ങൾ നിങ്ങളുടെ അപ്പനുമായി ഡയറക്റ്റാണ്. സോക്കോ നിങ്ങളുമായി ഡയറക്റ്റാണ്. സ്തോത്രം, ഹല്ലേലൂയ. ഈ ക്ലാസ് കേട്ട എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.